ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സൂര്യ വക്കീലിൻ്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രഭാവതി പറഞ്ഞതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പറയുക കേട്ടോ. അപ്പോൾ ജാനകിയും അഭിയും എല്ലാവരും ചുറ്റും ഇരിപ്പുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്നും പൊരുതി നേടിയെടുത്തവൻ, ഈ കാണുന്നതൊക്കെ പൊരുതി നേടിയെടുത്തവനാണ് സൂര്യ എന്നും അന്ന് എൻ്റെ മോൻ എനിക്കതിന് കൂട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുവാണ് സൂര്യ. ദേ, ഈ ഒരു സ്വത്തിൻ്റെ ആത്മാവിൻ്റെ അംശം തന്നെയാണ് എൻ്റെ മോനും. തുടർന്ന് എല്ലാം സംസാരിക്കുവാണ് അദ്ദേഹം. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അഭിയൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ അമ്മ മരിച്ചു പോയ ചോരമണം വിട്ടു പോകാത്ത ഒരു ആൺകുഞ്ഞിനെ എൻ്റെ ഈ കയ്യിൽ കിട്ടുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ പകച്ചു നിന്നിട്ടുണ്ട്. അവൻ്റെ കുഞ്ഞു മുഖത്ത് നോക്കി ഞാൻ ആദ്യമായി വിളിച്ചത് അഭിറാം എന്ന് തന്നെ ആയിരുന്നു എന്നും അദ്ദേഹം ഇങ്ങനെ പറയുക കേട്ടോ. അതൊക്കെ കേട്ടപ്പോൾ ജാനകിയുടെ നെഞ്ചു പെടയോ. ജാനകി നിന്ന് ഭയങ്കര കരച്ചിൽ. കരയാതെ ജാനകി എന്ത് ചെയ്യാനാ? ജയിക്കും സക്കീർ ഭായി, എൻ്റെ മോൻ ജയിക്കും. എല്ലാവരുടെ മുന്നിലും അവൻ തലയുയർത്തി ജയിച്ച് തന്നെ നിൽക്കുമെന്നുള്ള കാര്യവും അച്ഛൻ ഇങ്ങനെ അവിടെ ഇരുന്ന് പറയുക. അച്ഛൻ്റെ തോൽവി അത് അവൻ തിരുത്തുമെന്നും പറഞ്ഞു. അങ്ങനെ വക്കീലുമായി സംസാരിച്ചിട്ട് അതുകൊണ്ട് ഇപ്പോൾ താൻ വേണ്ടത് ചെയ്യാൻ പറഞ്ഞ് വക്കീലിനോട് പറയാനുള്ള പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അത് കഴിഞ്ഞപ്പോൾ അഭിയും വക്കീലും കൂടെ അവിടെ നിൽക്കുവാണ്. എന്താണ് അഭി ചെയ്യേണ്ടതെന്ന് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണമെന്നും ഇനിയൊരു സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോയി തലയിടാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് അഭി പറയുക. അപ്പോൾ ശരി, ഞാനത് ചെയ്തോളാമെന്ന് പറഞ്ഞ് വക്കീൽ അവിടെ നിന്ന് അങ്ങ് പോയി. അതും പറഞ്ഞ് വക്കീൽ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ അഭി ഇങ്ങനെ ആകെ നിസ്സഹായനായിട്ട് നിൽക്കുന്നു. ജാനകി അതുപോലെ തന്നെ നിസ്സഹായമായിട്ട് അവിടെ നിന്ന് അകത്തേക്കും കയറിപ്പോയി കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് സ്വന്തം വീട്ടിൽ ചെന്ന് അപർണയാണ്. അപർണയും തമ്പിയും കൂടെ ഷെയറിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി വിറ്റ് ഷെയർ വാങ്ങിക്കാനല്ല എല്ലാവരും ശ്രമിക്കുന്നതെന്നും എന്താണ് അവൻ്റെ ഉദ്ദേശം എന്നുള്ളത് എനിക്ക് അറിയത്തില്ലെന്നും അച്ഛൻ മകളോട് പറയുവാണ്. നമുക്ക് വേണ്ടത് 4/1 ഷെയറല്ല, ആ എസ്റ്റേറ്റ് മൊത്തമായിട്ടാണെന്നും തമ്പി പറയുന്നു. അത് നിൻ്റെ കയ്യിൽ തന്നെ വരണം മോളെ എന്നൊക്കെ പറയുമ്പോൾ അപർണ നിന്ന് അജയ് ഏതോ കുടുക്കിൽ ചെന്ന് പെട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ എന്തിനു വലിയൊരു തുക കണ്ടെത്താനായിട്ട് എസ്റ്റേറ്റ് വിൽക്കാനായിട്ട് അവൻ ധൃതി കൂട്ടണം? എന്തായാലും അജയുടെ നീക്കങ്ങൾ അറിയാൻ എനിക്ക് നല്ല താല്പര്യങ്ങളുണ്ട് അച്ഛാന്ന് പറയണു. അപ്പം നീ എന്തിനാ അവൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ നടക്കുന്നത് ചോദിച്ചപ്പം അമ്മ അതിന് വേറെ അർത്ഥമൊന്നും കാണേണ്ട കാര്യമില്ല. ഞാൻ കരുതിയതുപോലെ ഒരു ക്യാരക്ടറല്ല അജയ്ക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെന്നും അപർണ പറയുക കേട്ടോ. അമ്മയോടും അച്ഛനോടുമായിട്ട് എസ്റ്റേറ്റ് വിഷയം വന്നതോടെ അഭിക്കെതിരെ അജയുടെ എതിരെ മനസ്സിൽ അടക്കി വെച്ചിരുന്ന പലതും പുറത്തു വരുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അച്ഛനോടും അമ്മയോടും പറയുന്നു. അങ്ങനെയാണെങ്കിലേ സൂര്യനാരായണനും അഭിക്കും എതിരെ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധമായി നമ്മൾ അവനെ പ്രയോജനപ്പെടുത്തണമെന്ന് പറയുവാണ് അച്ഛൻ. എന്നിട്ട് കാലാൾ മാത്രമാക്കി കളത്തിൽ നിന്ന് അവനെ നമ്മൾ വെട്ടി മാറ്റണമെന്ന് തമ്പി മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. മോളെ, അമലിനെ പോലെ ഒരുത്തന് നിനക്ക് കിട്ടിയതേ ഭാഗ്യമായിട്ട് വേണം കരുതാനെന്നും തമ്പി പറയുക. ഇതുവരെ നമുക്ക് ഓരോരുത്തും ഒരു പാളിച്ചയും വന്നിട്ടില്ല എന്നും പറഞ്ഞ് ആ കാര്യമൊക്കെ അമ്മയുടെ മുന്നിൽ വെച്ച് അച്ഛനും മോളും കൂടി ഇങ്ങനെ സംസാരിക്കുന്നു. ഇപ്പം നമ്മൾ വിജയിച്ച് നിൽക്കാനുള്ള കാരണം രാഘവൻ ചെയ്തു തന്ന സഹായമാണെന്നും പിന്നെ അവൻ്റെ മകളെയാണ് അഭിയും ജാനകിയും അളകാപുരിയിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നതെന്നൊക്കെയുള്ള കാര്യം പറയുമ്പോൾ മകൾ അമ്മയെ തുറച്ചു നോക്കിക്കൊണ്ട് അപ്പോൾ ജാനകി പറഞ്ഞ കാര്യം മനസ്സിൽ കിടക്കുവാണല്ലോ. അവളെ അവിടുന്ന് തിരിച്ചു കിട്ടാനായിട്ട് എന്നെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രാഘവൻ എന്നുള്ള കാര്യവും അച്ഛൻ മകളോട് പറയണം. ഇതൊക്കെ കേട്ട് മകളിങ്ങനെ എന്തൊക്കെ ആലോചിച്ച് നിൽക്കുക കേട്ടോ. ഞാനാണ് അവനെ ഒറ്റ കൊടുത്തത് എന്നുള്ളൊരു തോന്നൽ അവനുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് പുള്ളിക്കാരി, അതായത് അപർണയുടെ അമ്മ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുക കേട്ടോ. എന്തായാലും അവൻ്റെ വിശ്വാസം അത് അങ്ങനെ ഇരിക്കട്ടെ. രാഘവൻ അച്ഛനോട് എല്ലാ കാര്യങ്ങളും പറയുന്നില്ലേന്ന് ചോദിച്ചു. അതെ, ശരിയാ, രാഘവൻ എന്നോട് എല്ലാം തുറന്നു പറയുകയും തൊട്ടു പിന്നാലെ അഭി അവിടെ എത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ആരായാലും അത് സംശയിച്ചു പോവത്തല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. എന്തായാലും ആ പെണ്ണിനെ രാഘവൻ്റെ കൈകളിൽ തിരിച്ചേൽപ്പിക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? മകളെ വിൽക്കാൻ അയാൾ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു ഭാര്യ ഭർത്തനാട്. അപ്പം ഞാൻ അവനോട് നന്ദികേട് കാണിക്കത്തില്ലെന്ന് തമ്പി, എനിക്കതിന് പറ്റത്തില്ലെന്നും അതുകൊണ്ട് ആ പെണ്ണിനെ അവിടുന്ന് ചാടിക്കാൻ മോൾ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുമെന്ന് പറയുമ്പം അത് എത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല അച്ഛാന്ന് അപർണ പറഞ്ഞു. അതിന് കഴിയുമായിരുന്നെങ്കിലേ മുത്തശ്ശി അവളെ എപ്പോഴേ അവിടെ നിന്ന് ഓടിച്ചിറക്കി വിട്ടേനെ എന്ന് മകൾ പറയണു. സുമംഗലാമ്മയെ കൊണ്ട് തന്നെ നിനക്കത് ചെയ്യിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്ന് നേരത്തേക്ക് അച്ഛൻ മോളോട് ചോദിക്കാം. ഞാനൊരു വഴി നിനക്ക് പറഞ്ഞു തരട്ടെ, നീ അതുപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതിയെന്നും പറഞ്ഞു. എൻ്റെ പൊന്നോ, ആദ്യം അച്ഛൻ്റെ ഐഡിയ ഒന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ മോക്ക് ഐഡിയ പറഞ്ഞു കൊടുക്കുക. അതും പറഞ്ഞ് അച്ഛൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പൊന്നു എവിടെയുണ്ടെന്ന് അഭിക്കും ജാനകിക്കും പറഞ്ഞു കൊടുത്തത് അമ്മയല്ലേ എന്ന് ചോദിച്ചു അപർണ. അപ്പോൾ പുള്ളിക്കാരി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്താ, അതും ജാനകി അങ്ങോട്ട് വിളിച്ച അമ്മ പറഞ്ഞു കൊടുത്തതല്ലേന്ന് ചോദിച്ചപ്പോൾ അതെ, നീയെല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാൻ ഇനി ഒന്നും മറച്ചു വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അമ്മ മോളോട് പറയണം. ഞാൻ തന്നെയാ ജാനകിയുടെ കുഞ്ഞ് എവിടെ ഉണ്ടെന്ന് പറഞ്ഞത് എന്ന്
അമ്മ മകളുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ അപർണയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാനത് പറയാതിരുന്നെങ്കിലേ പിറ്റേന്ന് നിന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഞാൻ കാണേണ്ടി വരുമായിരുന്നു എന്ന് അമ്മ പറഞ്ഞു. കുഞ്ഞിനെ രാവിലെ വിട്ടുകൊടുക്കാമെന്ന് രാഘവൻ പറഞ്ഞിരുന്നതല്ലേ എന്ന് ചോദിച്ചു. പിന്നെ എന്തിനാ അമ്മ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് മോളെ കൊല്ലാനുള്ള കലിയ ഭയങ്കര ദേഷ്യത്തിലേക്ക് നിൽക്കുക കേട്ടോ. അതുപോലെ തന്നെ സംഭവിച്ചിരുന്നെങ്കിൽ അയാളുടെ മോളെയും കൊണ്ട് പോകില്ലായിരുന്നു. അപ്പോൾ എന്ത് റോളാണ് നിനക്കതിലുള്ളത്? പൊന്നുവിനെ തട്ടിക്കൊണ്ട് പോയത് രാഘവനല്ല, അത് നിനക്കറിയാവോ എന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ നോക്കുക മോളമ്മയെ. നിന്റെ അച്ഛൻ ചെയ്യുന്ന ഓരോന്നിനും ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതേ നീയാണെന്ന കാര്യം അമ്മ പറഞ്ഞു. കിട്ടിയ ജീവിതം സമാധാനത്തോടെ ജീവിച്ച് തീർക്കുന്നതിന് പകരം പക കൊണ്ട് എരിയിച്ച് കളയാ നീ നിന്റെ അച്ഛനും ചെയ്യുന്നതെന്നും അമ്മ ഉപദേശങ്ങളായിട്ട് മകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ മകള് ഭയങ്കര എന്തോ ഇതിൽ നിൽക്കുക. പക വീട്ടിൽ ജയിക്കുമ്പോൾ കിട്ടുന്ന ചെറിയ സമയത്തെ സന്തോഷത്തിന് മുന്നിലേ കീഴടങ്ങി ജീവിച്ച് കിട്ടിയ സന്തോഷത്തിന് ഒന്നുമല്ലമ്മേ, അതിന് ആയുസ്സും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മകൾ അമ്മയോട് വലിയ വാദങ്ങൾ അങ്ങ് നിരത്തുന്നു. ഇതിനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലാക്കി അമ്മ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അമൽ ലച്ചുവുമായിട്ട് പുറത്തുനിന്ന് സംസാരിക്കുക. അപ്പോൾ ലച്ചുവിന് ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ച് കൊടുത്തു അമൽ. അപ്പോൾ അമലേട്ടൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇത് വാങ്ങിത്തരാൻ വന്നതാണോ എന്ന് ലച്ചു ചോദിച്ചു. അപ്പോൾ നീ ഐസ്ക്രീം കഴിക്കുന്നതാണല്ലോ, ഇത് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ അമൽ ലച്ചുവിന് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഐസ്ക്രീം കഴിച്ചുകൊണ്ട് നിൽക്കുക. പൊന്നുവിനും വാങ്ങണം കേട്ടോ അമലേട്ടാന്ന് പറയുമ്പോൾ, പിന്നെ നീ പറഞ്ഞിട്ട് വേണമല്ലോ എനിക്ക് വാങ്ങാനായിട്ട്, ഒരു ഫാമിലി പായ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മുടെ അമൽ പറയാം. അങ്ങനെ അതും പറഞ്ഞ് ഇവർ കഴിക്കുമ്പോൾ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ അമലേട്ടൻ വരുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ എന്ന് ലച്ചു പറഞ്ഞു. അപ്പം നീ പിന്നെ എന്താ കരുതിയത്? ഓഫീസിലൊരു പണിയില്ലാതിരിക്കുന്ന ഞാൻ നിന്നെ പെക്കിയാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണെന്നോ? ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുന്നിൽ വന്ന് നിന്നാ വായി നോക്കാവല്ലോ എന്ന് അമൽ പറയുവാണേ. അപ്പോൾ അയ്യോ ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടേ ഇല്ല കേട്ടോ, സത്യത്തിൽ പേടിച്ചാണ് ഞാൻ പുറത്തു വന്നത്. അമലേട്ടനെ കണ്ടപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ വീണതെന്ന് ലച്ചു ഇങ്ങനെ പറഞ്ഞു. നിന്റെ ആ റാസ്കൽ തന്തയും കൂട്ടരും വന്ന് നിന്നെ തട്ടിക്കൊണ്ട് പോകാൻ നടത്തിയ ശ്രമമൊക്കെ ജാനയടത്തി പറഞ്ഞു കേട്ടോ, ഞാൻ അറിയുന്നെന്ന് പറഞ്ഞു. അച്ഛൻ ഇനി എൻ്റെ പിന്നാലെ വരില്ലെന്ന് അമലേട്ട ഞാൻ കരുതിയത്, ഒരു ചേട്ടനും ചേച്ചിയും കണ്ടതുകൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നും പറഞ്ഞു. അങ്ങനെ സംഭവിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ അമലിനോട് തുറന്ന് സംസാരിക്കാം. അപ്പോൾ അവിടെ വീട്ടിലെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ പറയുന്നു. പിന്നെ ഈ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് അപർണ വീട്ടിലേക്ക് വന്നതാണെന്ന് പറഞ്ഞു അമൽ. അപ്പോൾ അജയേട്ടനായിട്ടുള്ള വിവാഹം മുടങ്ങിയതാണോ അപർണേട്ടത്തേക്ക് ഇത്രയും ദേഷ്യം വരാൻ കാരണമെന്ന് നമ്മുടെ ലച്ചു ചോദിച്ചപ്പോൾ അത് തന്നെയാണ് പ്രധാന കാരണമെന്നും ജാനിയേട്ടത്തിയോടാണ് അവൾ അതിൻ്റെ അരിശങ്ങൾ മുഴുവനും തീർക്കുന്നതെന്നും ഏട്ടനെ പോലും അവൾ വലിയടാക്കുന്നതും അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ ഒരു വാക്ക് പോലും സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് ലച്ചു അമലിനോട് പറഞ്ഞേ. എന്നാൽ അജയേട്ടനും നിരഞ്ജനേടത്തിയും അങ്ങനെയല്ല എന്നും പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാനൊരു പകരക്കാരനായിട്ട് വന്നതേ ഉള്ളൂ. വിവാഹത്തിന് മുൻപ് അപർണ ഏറ്റവും കൂടുതൽ വെറുപ്പ് പ്രകടിപ്പിച്ചത് എന്നോടായിരുന്നു. ഞാനുള്ള വീട്ടിലേക്ക് എങ്ങനെ വരും എന്ന് ചോദിച്ചവളാ എൻ്റെ ഭാര്യയായി അതേ വീട്ടിലേക്ക് വരേണ്ടി വന്നതെന്ന് കാര്യം പറയുന്നു. സത്യത്തിൽ ഞാൻ അന്നൊരു പരമ ബോറനായിരുന്നു എന്ന് നമ്മുടെ അമൽ പറഞ്ഞു കേട്ടോ. എല്ലാവരുടെ കാര്യങ്ങളിലും ഇടിച്ചു കയറി ഇടപെടുന്നവനും അപർണയുടെ കോമാളികൾ കേട്ട കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടനെ തിരിച്ചറിയുന്ന ഒരു കാലം വരുമെന്ന് നമ്മുടെ ലച്ചു പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു കാലത്തിന് വേണ്ടി കാത്തിരിക്കാൻ അത്ര മണ്ടനൊന്നും അല്ല ഞാനെന്ന് നമ്മുടെ അമല നേരം പറയുക ലച്ചുവിനോട്. ഈ ജന്മം അപർണ നന്നാവില്ല എന്നും എൻ്റെ ജീവിതത്തെപ്പറ്റി എനിക്കൊരു ഉത്കണ്ഠയും ഇല്ല എന്നും നമ്മുടെ അമൽ പറഞ്ഞു. ആകെയുള്ളൊരു വേദന അഭിയേട്ടനെ ഓർത്തിട്ട് മാത്രമാണെന്നൊക്കെ അമൽ ഇങ്ങനെ ലച്ചുവിനോട് മനസ്സ് തുറന്ന് സംസാരിക്കുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നു. പിന്നെ നിൻ്റെ വിദ്യാഭ്യാസത്തെ പറ്റി അങ്ങനെയുള്ള കാര്യമൊക്കെ പറഞ്ഞ് അവരവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പ്രഭാവതി എന്ന് പറഞ്ഞ പ്രഭ അവിടെ ഇരിക്കുന്ന ആ സമയത്ത് നമ്മുടെ സൂര്യ പ്രഭാവതിയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വന്നു. ഒരു എന്നൊക്കെ ഒച്ചയൊക്കെ കേൾപ്പിച്ചാണ് വരുന്നത്. ഈ പ്രായത്തിൽ ഇനി നീ ഡിവോഴ്സിന് വേണ്ടിയൊന്നും പോകണ്ടെന്നും നിന്റെ ആവശ്യം അംഗീകരിച്ച് തരാൻ ഞാൻ തയ്യാറാണെന്നും നമ്മുടെ സൂര്യ പറയുക കേട്ടോ. നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണോ അതോ ഞാൻ ഡിവോഴ്സിന് പോകുമെന്ന് പറഞ്ഞത് കൊണ്ടാണോ ഈ ഏറ്റുപറച്ചിലെന്ന് പ്രഭാവതി ഭർത്താവിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾ ചെയ്യാൻ പോകുന്നതിൽ എത്ര കണ്ട് ആത്മാർത്ഥതയുണ്ടെന്നൊക്കെ എനിക്ക് അറിയണമല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ തീരുമാനം ശരിയാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നതെന്ന കാര്യം അന്നേരം അദ്ദേഹം പറയാം. നീ കണ്ടതാണ്, ഹാട്ടിയിറക്കപ്പെട്ടവരായി അഭിയും ജാനകിയും ഒരിക്കൽ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് നീ കണ്ടതാണെന്ന് പറയുമ്പോൾ പുള്ളിക്കാരിക്ക് ഒരു കൂസലുമില്ല, പുള്ളിക്കാരുടെ കാര്യമല്ലല്ലോ. എനിക്കതെല്ലാം അറിയാമായിരുന്നു. അഭി നിന്റെ മകനല്ല എന്നറിഞ്ഞാൽ നിന്റെ മക്കൾ അവനെതിരെ തിരിയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എന്ന് സൂര്യ അവരോട് പറയുക. അവന് വേണ്ടി ഞാനൊരു കരുതൽ ചെയ്തു. നിന്നോട് ഞാനത് പറയാത്തത് ഒരു അപരാധമായിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിക്കാൻ സൂര്യ ഇങ്ങനെ പ്രഭാവതിയോട് പറയുക എന്നും പറഞ്ഞുകൊണ്ട് ഭാര്യ നിൽക്കുക കേട്ടോ. നിന്നോടല്ലേ എനിക്കിതൊക്കെ പറയാൻ കഴിയൂ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ പിടിവള്ളികളും നഷ്ടപ്പെട്ടപ്പോഴല്ലേ നിങ്ങളുടെ ഈ ഏറ്റുപറച്ചിൽ എന്ന് പ്രഭാവതി ചോദിച്ചേ. ആരാണ് പെണ്ണ്?
സഹിക്കാനും പൊറുക്കാനും വിധിക്കപ്പെട്ടവളാണ്, എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനും. അതുപോലെ നിങ്ങളോ ചേറ് കണ്ട ചവിട്ടാനും വെള്ളം കണ്ട കാല് കഴുകാനും ശീലിച്ചു പോയവരാണ് പുരുഷന്മാരെന്നും പറഞ്ഞുകൊണ്ട് സൂര്യയോട് പ്രഭാവതി ഇത് പറയണം. ഓരോ നാൾ പെണ്ണിൻ്റെ മുന്നിൽ യാചനയുമായി നിൽക്കേണ്ടി വരുമെന്ന് ചതിക്കുന്ന പുരുഷൻ ഒരിക്കലും ഓർക്കാറില്ല എന്നും പറഞ്ഞ് ഇതെല്ലാം സംസാരിക്കാം. അങ്ങനെ ഒരു സാഹചര്യം വന്നാലും ഇതുപോലെ ക്ഷമ പറയാമല്ലോ. നിങ്ങൾക്ക് മനസാക്ഷി എന്നൊന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒന്നത് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു. നിങ്ങൾ എന്നോട് ചെയ്തത് എന്താണെന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞേ. അങ്ങനെ അതും പറഞ്ഞ് ഈ പുള്ളിക്കാരി പറയാം, എൻ്റെ കഴുത്തിൽ താലി കെട്ടി നിങ്ങൾ ഹൈ റേഞ്ചിലേക്കാണ് കൊണ്ടുപോയത്. ആ ദിവസം ആദ്യ രാത്രിക്ക് മുൻപ് നിങ്ങളുടെ കൈക്കുഞ്ഞിനെ നിങ്ങൾ എൻ്റെ കൈകളിലേക്ക് വെച്ച് തരികയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അതൊന്നും ഞാൻ മറന്നിട്ടില്ല. എല്ലാം അറിഞ്ഞു വന്ന് ഞാൻ സ്വന്തം കുഞ്ഞിനെ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി തന്നെ സ്വീകരിച്ച് വളർത്തി. പിന്നെ നിങ്ങൾ എന്നോട് കാണിച്ചത് എന്താ? എനിക്ക് നിങ്ങളൊരു വിശ്വാസമായിരുന്നു, ആ വിശ്വാസം നിങ്ങൾ തകർത്തെന്ന് പറഞ്ഞ പ്രഭാവതി ഇതൊക്കെ പറയുമോ? അപ്പം നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ ആത്മാവിൻ്റെ ഭാഗമാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് നടന്നത് വെറുതെയാണെന്ന് എനിക്കറിയാം. ലജ്ജ എന്ന വികാരം ഇപ്പോഴും നിങ്ങൾക്ക് തൊട്ടു തീണ്ടിയിട്ടില്ലെന്നൊക്കെയാണ് പ്രഭാവതി പറഞ്ഞു പിടിപ്പിക്കുന്നത്. ഈ ഭൂമിയിൽ ചതിക്കപ്പെടുന്നത് എന്നും സ്ത്രീയാണെന്നും വീടിൻ്റെ പടി കയറി വരുന്നവൻ്റെ മനസ്സറിയാനേ അവൾക്ക് കഴിയില്ല എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ, നീ എന്നെ വെറുത്തോ? എത്ര കണ്ടു വേണമെങ്കിലും വെറുത്തോ? അഭിയോട് നീ കാണിച്ച സ്നേഹം അത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നിനക്കവനെ അകറ്റി നിർത്താൻ ഒരിക്കലും ആവില്ല എന്ന കാര്യം പറയാ അച്ഛൻ. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോഴും പ്രഭാവതി ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. എൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു തുടങ്ങി. ഇനിയെല്ലാം നിന്റെ കയ്യിലാണെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. അതും പറഞ്ഞ് അദ്ദേഹം അവിടേക്ക് പോയപ്പോൾ പ്രഭാവതി അവസാനത്തെ ആയുധം അയാൾ അങ്ങ് എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുവാണ്. ഈ പോക്ക് പോയ സൂര്യ അധികകാലം ജീവനോടെ ഉണ്ടാവില്ലെന്നുള്ള സൂചനയാണ് കൊടുത്തിട്ട് നമ്മുടെ സൂര്യ അങ്ങ് പോയത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് തമ്പി നമ്മുടെ ഉണ്ണിത്താനെ വിളിക്കുക. അപ്പോൾ എന്താ തമ്പി എന്ന് ചോദിച്ചപ്പോൾ, വക്കീൽ വീട്ടിലാണോ ഓഫീസിലാണോ എന്ന് ചോദിച്ചു. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. എന്താ കാര്യം? അജയ് എങ്ങാനും വിളിച്ചായിരുന്നു വക്കീലെന്ന് ചോദിച്ചപ്പോൾ, ഇല്ല വിളിച്ചില്ല. എന്താ? എന്നാലേ ഒരു സന്തോഷ വിവരം അത് വക്കീലിനെ അറിയിക്കാനുണ്ടെന്ന് പറഞ്ഞു. അനി എസ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും എസ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സൂര്യ പ്രഭാവതിയുടെയും മക്കളുടെയും മുന്നിൽ മുട്ടും മടക്കി അത് എഴുതി കൊടുക്കാൻ പോവുകയാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവന്മാർ തമ്മിൽ ഈ ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പം അത് വിൽക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അത് വിൽക്കരുതെന്നും അത് അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ആയിട്ട് ഇടാൻ പാടുള്ളൂ എന്ന് തമ്പി പറയും. നോക്ക് തമ്പി, എനിക്കും അജയ്ക്കും അതിനോട് യാതൊരു താല്പര്യം ഇല്ലെന്നാണ് ഉണ്ണിത്താൻ പറഞ്ഞത്. അജയ്യെ സൂര്യയുടെയും പ്രഭാവതിയുടെയും മൂത്ത മകനാണെന്നുള്ള കാര്യം തമ്പി അങ്ങ് മറന്നു കളയായിരുന്നു. ആ മകൻ വിചാരിച്ചിട്ട് കാട്ടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച നിധികുംഭം അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചു ഇയാൾ ഉണ്ണിത്താനോടെ. എസ്റ്റേറ്റിൻ്റെ വിൽപ്പനയെ തൽക്കാലത്തേക്ക് വക്കീൽ അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു. എന്നിട്ട് വക്കീലിനോട് അതും പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഈ സമയത്ത് ഗുമസ്തൻ വന്നപ്പോൾ ഗുമസ്തനോട് കാര്യങ്ങളെല്ലാം പറയുന്നു നമ്മുടെ ഉണ്ണിത്താൻ. അങ്ങനെ ഇവർ തമ്മിൽ ഈ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ഇതൊന്നും കാണാതെ തമ്പിയും മോളും ഇതിന് ഇറങ്ങി പുറപ്പെടില്ല. അതുകൊണ്ട് സാറൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇയാളും പറഞ്ഞു. പടനിലത്ത് തമ്പിയുടെ കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറമാണെന്നും പറഞ്ഞു. ഉണ്ണിത്താനോട് അയാൾ അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അങ്ങ് പോയി. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിയും അതുപോലെ തന്നെ ജാനകിയും കൂടെ അവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ അമൽ അങ്ങോട്ടേക്ക് വരുന്നു. അമൽ വന്ന് ഇവരോട് സ്വത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറയുമോ. അപ്പം ഞാൻ കേട്ടതൊക്കെ സത്യമാണോ ഏട്ടാന്ന് ചോദിച്ചു. അച്ഛനെ കൊണ്ട് ഒടുവിലേട്ടനത് സമ്മതിപ്പിച്ചെടുത്തോ എന്ന് ചോദിച്ചു. എനിക്ക് ആ ഭാരം ഇറക്കി വെക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാതായി എന്ന് അഭി പറയാം. എല്ലാവരും അച്ഛന് നേരെയാണ് അസ്ത്രം അയക്കുന്നത്, അത് വന്ന് തറയ്ക്കുന്നത് എൻ്റെ ഹൃദയത്തിലാണെന്ന് അഭി ഇങ്ങനെ പറയാം. അപ്പോൾ ഏട്ടത്തെയും ഇതിനെ സമ്മതം മൂളിയിരിക്കുകയാണോ? ഈ മൗനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. അങ്ങനെ അവർ തമ്മിൽ ഈ സ്വത്തിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നിട്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. വീണ്ടും അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്വീകരിച്ച് ബൈ ബൈ, ടാറ്റാ.